ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2026 വർഷത്തെ വാഗ്ദത്തം. ഫിലിപ്പ്യർ 4:7. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഈ വാഗ്ദത്തം നമുക്ക് ഓരോരുത്തർക്കും അവകാശമുള്ളതാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്നത് എളുപ്പമുള്ളതല്ല. 1 കൊരിന്ത്യർ 14:20 ബുദ്ധിയിൽ മുതിർന്നവരാകുവിൻ എന്ന് പൗലോസ് എഴുതുന്നു. ദാനിയേൽ 1:20 ദാനിയേലും സഹോദരന്മാരും ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം എന്നത് തീച്ചൂളയിലിട്ടാലും സിംഹത്തിന്റെ ഗുഹയിലിട്ടാലും യാതൊരു ഭയവുമില്ലാതെ ധൈര്യമായി മനസ്സുറപ്പോടെ നിൽക്കുന്നതിനെ കാണിക്കുന്നു. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്ന് എബ്രായർ 10:35 എഴുതപ്പെട്ടിട്ടുണ്ട്. ഫിലിപ്പ്യർ 4:6 പ്രകാരം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആവശ്യം എന്നത് ഹന്നയുടെ ആവശ്യം. അപേക്ഷ എന്നത് ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ചെയ്ത അപേക്ഷ. പ്രാർത്ഥന എന്നത് ദാനിയേൽ 6:10 എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിനു നേരെ തുറന്നിരുന്ന് ദാനിയേൽ ചെയ്ത പ്രാർത്ഥന. സ്തോത്രം എന്നത് 34 സങ്കീർത്തനം 1 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എന്ന ദാവീദിന്റെ സ്തോത്രം. ഈ 4 പേരുടെ അനുഭവങ്ങളിൽ കൂടിയാണ് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനത്തെ നമുക്ക് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ഇതിനെ പ്രാപിക്കാൻ ഹന്നയുടെ ആവശ്യം, ഇയ്യോബിന്റെ അപേക്ഷ, ദാനിയേലിന്റെ പ്രാർത്ഥന, ദാവീദിന്റെ സ്തോത്രം, ഈ 4 വേണം. അങ്ങനെയാണെങ്കിൽ ഈ വാഗ്ദത്തം നമുക്കുള്ളതാണ്. ഇതിനെ ഈ 2026 പുതുവത്സരത്തിൽ നമുക്ക് പ്രാപിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.